വാർത്തകൾ വിശദമായി നോക്കാം. തൃശൂർ സ്വരാജ് റൗണ്ടിലൂടെയുള്ള അപകടകരമായ സ്കേറ്റിംഗിൽ കേസെടുത്ത് പോലീസ്. തൃശൂർ ഈസ്റ്റ് പോലീസാണ് കേസെടുത്തത്. അപകടകരമായ സ്കേറ്റിംഗിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് നടപടി. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? മധുര, ഇക്കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു ഇത്തരത്തിൽ അപകടകരമായ സ്കേറ്റിംഗ് യുവാവ് തൃശൂർ സ്വരാജ് റൗണ്ടിൽ വെച്ച് നടത്തിയത്. നിരവധി വാഹനങ്ങൾ പോകുന്നതിനിടയിൽ കൂടിയാണ് ഇത്തരത്തിൽ യുവാവിന്റെ സ്കേറ്റിംഗ് അഭ്യാസ പ്രകടനം. അന്ന് തന്നെ നമ്മൾ ഈ കേരള വിഷൻ ന്യൂസ് ആ ദൃശ്യങ്ങൾ സഹിതം വാർത്ത നൽകിയിരുന്നു. ഓട്ടോറിക്ഷയിൽ സ്വരാജ് റൗണ്ടിൽ കൂടെ സഞ്ചരിക്കുന്ന ഓട്ടോറിക്ഷയിൽ പിടിച്ച് ഏറെ ദൂരം സ്കേറ്റ് ചെയ്ത യുവാവ് 2 ബസ്സുകൾക്കിടയിലൂടെ സ്കേറ്റ് ചെയ്യുന്ന ഒരു ദൃശ്യങ്ങളടക്കം അന്ന് തന്നെ നമ്മൾ വാർത്ത നൽകിയിരുന്നു. ആ ബസ്സിനെ ഈ യുവാവ് മറികടന്ന് പോകുന്നതും ആ ദൃശ്യങ്ങളിലുണ്ട്. തുടർന്ന് ഈ യുവാവിന്റെ യാത്ര സ്വരാജ് റൗണ്ടിൽ കൂടി മുനിസിപ്പൽ സ്റ്റാൻഡ് വഴി ശക്തൻ നഗർ വരെ ഇയാൾ സഞ്ചരിച്ചു. പിന്നീട് ഇയാൾ ദൃശ്യങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായി. എന്തായാലും ആ സംഭവത്തിലാണ് ഇപ്പോൾ തൃശൂർ ഈസ്റ്റ് പോലീസ് ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. KP ആക്ട് 118 ഈ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ വാർത്ത അന്ന് ബുധനാഴ്ച വന്ന അന്ന് തന്നെ പോലീസ് ഇതേക്കുറിച്ചൊരു പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. നഗരത്തിലുള്ള CCTV പോലീസിന്റെ തന്നെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചിരുന്നു. ഈ യുവാവ് സ്വരാജ് റൗണ്ടിൽ കൂടി യാത്ര തുടർന്ന് ശക്തൻ നഗറിലെത്തി അവിടെ നിന്നും മനോരമ ജംഗ്ഷൻ വരെ എത്തുന്നത് CCTVയിൽ വ്യക്തമായിരുന്നു. പിന്നീട് യുവാവിനെ CCTVയിൽ കിട്ടിയില്ല എന്നാണ് പോലീസ് അന്ന് നൽകിയ ഒരു വിശദീകരണം. എന്തായാലും അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പക്ഷേ യുവാവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. അതേസമയം ഇന്ന് ഇതേ രൂപ സാദൃശ്യമുള്ള യുവാവ് പുതുക്കാട് ദേശീയപാതയ്ക്ക് തൊട്ട് വശങ്ങളിലൂടെ പോകുന്ന സർവീസ് റോഡിൽ കൂടി സ്കേറ്റിംഗ് നടത്തുന്നത് അവിടുത്തെ നാട്ടുകാർ കണ്ടതായും പറയുന്നുണ്ട്. നാട്ടുകാർ ഇയാളുമായി സംസാരിച്ചപ്പോൾ ഹിന്ദി ഭാഷ സംസാരിക്കുന്ന ഒരാളാണ് എന്ന് നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടു. ഈ വിവരം പോലീസിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇയാൾ എവിടത്തുകാരനാണ്, ഇയാൾ എന്താണ്, ജോലിക്കായിട്ടാണ് ഇവിടെ വന്നത്, മറ്റ് പേര് വിവരങ്ങളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടരുകയാണ്. ഈ ആളെ വ്യക്തമായി കണ്ടുകിട്ടുന്നതിന്റെ ഭാഗമായി അന്വേഷണം ഇപ്പോഴും നടത്തുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. KP ആക്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 118 ഈ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ആതിര. ശരി, അനീഷ് ആന്റണിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.